Yeah. അമ്മ ഇത് റെഡിയാക്കാം അമ്മേ. ആ ഈ കഷ്ടപ്പാട് ഇന്നും നിലം തുടങ്ങിയല്ലോ. ആ ജോലിയുടെ അമ്മയ്ക്ക് അറിയാവുന്നല്ല എല്ലാം. ശരിയാവും. ഇല്ല, എന്തെങ്കിലും ഒരു വഴി തെളിയാണ്ടിരിക്കില്ല. ആ ആ ശരി, ഞാൻ പിന്നെ വിളിക്കാവേ. ആ പിന്നെ വിളിക്കാം. കൊല്ലത്ത് ബോണ്ട് രാത്രി സാലറി മൂവനെ കിട്ടി. നേരത്തെ ഒരു അല്ലെങ്കിലേ 100 കൂട്ടം പ്രശ്നമുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഇതിന്റെ പിന്നാലെ കൂടി ഞാൻ നടക്കടാ. എന്താണ് നീ എന്നെ കുറിച്ച് ആലോചിച്ചാ പോട്ടെ. നിനക്ക് നിന്റെ തള്ളനെ കുറിച്ച് ആലോചിച്ചിട്ട് തൂങ്ങാൻ പറ്റണ്ടേ? തൂങ്ങടാ. തൂങ്ങാനാ? ഞാനാ? എന്തിന്? പിന്നെ ഈ സ്റ്റൂൾ എന്താ അവിടെ ഈ ഫാന്റെ മൂട്ടില്? നീ ഇവിടെ തുണി അറിഞ്ഞോണ്ടിരിക്കല്ലേ? പൊട്ടം കളിക്കല്ലേ? നീ ഉണ്ടായുള്ളൂട്ടാ. നീ മാത്രമേ ഉണ്ടായുള്ളൂ. കിടന്ന് സൗബ്യം കളിക്കാണ്ട കാര്യം പറയടാ. എടാ നീ മേലോട്ട് പൊടി നോക്കണം. ഒരുമാതിരി പൊടിയും പടലും മനുഷ്യ തുമ്മി ഒരു വഴിയായി. ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി മേളിൽ കയറിയതാ. അപ്പൊ ഒരു കോപ്പും. സോറി, ഞാൻ പെട്ടെന്ന് ഓരോ ടെൻഷനിൽ ഇങ്ങനെ കയറി വന്നപ്പോഴേ മനസ്സിൽ വെച്ചേക്കല്ലേടാ. വല്ലാത്തൊരു സ്നേഹം കാണിക്കലായി പോയി. എടാ പിന്നെ ഈ പൊടി ഒന്ന് ക്ലീൻ ചെയ്യാൻ. ആടാ ഇനിയുള്ള അടി മൊത്തം കൊണ്ടിട്ട് ഞാൻ ആ പൊടിയും ക്ലീൻ ചെയ്യാം. ഫ്ലോ അങ്ങ് പോയി. നാളെ വിട്ട് മതി, നാളെ മതി. എടാ പിന്നെ ആ ഹോൾ എന്താ പെയിന്റും പാട്ടൊക്കെ? അല്ല, നമ്മള് വാടക കൊടുത്തിട്ട് എത്ര മാസമായി? വാടക ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസമായി. 3 മാസമായ? ഓണർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ അടുത്ത മാസം പുതിയ താമസക്കാർ വരുമെന്നാ. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടിങ് കിടക്കിട്ട് ഇറങ്ങാം കേട്ടാ. ശരി എന്നാ. എടാ എടാ രാവിലെ ചോദിക്കാൻ മറന്നു. എന്താ നേരം ഇന്റർവ്യൂ? അത് രാവിലത്തെ സന്തോഷപ്രകടനം കണ്ടപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? അത് പോയിടാ. ഇനി അടുത്തേലും നോക്കാം. അതാണ് നിന്റെ ഈ കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടം. നീ പൊളിയാടാ. എന്താ മോനെ, കിഡ്നി വല്ലതും വേണോ? കിഡ്നി ഒന്നും വേണ്ട. എടാ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നടാ. ജോലി പോയതൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് പറയേണ്ടി വന്നു. ഹൗസ് ഓണർ വന്നിട്ട് ഒരു 7,000 റുപ്യ റെൻറ്റ് വെച്ചു. നിനക്ക് എങ്ങനെയും അറേഞ്ച് തരാൻ പറ്റുമോ? നിന്നെ വിളിച്ചിട്ട് കിട്ടായിട്ട് ആ പാവ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? എടാ അവർ താങ്ങത്തിലട അവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രേവതി പോയപ്പോൾ ഞാനൊക്കെ പോയി കിടക്കുക. രേവതി എവിടെ പോയി? രേവതി എവിടെയും പോയില്ല. നീ ആദ്യം നിന്റെ ഈ അനാവശ്യ കോംപ്ലക്സ് മാറ്റി വെച്ച് അവളോട് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമല്ലേ ഉള്ളൂ. നീ ആ പൈസ ഒപ്പിക്കാൻ പറ്റുമോ നോക്ക്. ആ കുഴപ്പമില്ല. പൈസ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? 7,000 അല്ലേ? സെറ്റാക്കാം. നീ ആദ്യം പോയിട്ടൊരു ചായട്ടെ. മുതലെടുക്കുകയാണ് സജി. അതെ, നീ 2 ചായട്ടോ. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ? നീ ആദ്യം റീല് കാണണമൊക്കെ ഒന്ന് കുറക്കിട്ടാ. ആ നേരം കൊണ്ട് നിനക്ക് വല്ല ജോലിക്കും അപ്ലൈ ചെയ്തൂടെ? ആ മതി. നീ എൻ്റെ അച്ഛൻ കളിക്കല്ലേ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ചായ അല്ലേ? അത് ഞാൻ ഉണ്ട്. എടാ ആ അപ്പൊ അവളെ വിളിക്കാല്ലേ? എവളെ? അവളെ എവളെ? നിനക്ക് ക്യാഷ് ഇപ്പോൾ വേണോ വേണ്ടേ? അത് വേണം. വിളിക്കാം. എന്നാ വിളി. ഹലോ, താര മേഡം അല്ലേ? അതെ മിസ്റ്റർ ജഗത് പറഞ്ഞോളൂ. എടീ
എനിക്ക് നിന്നോടെ ഒരു കാര്യം പറയണ്ടായിരുന്നു. ആ എന്താടാ? കുറച്ച് സീരിയസ് ആണ്. ഓക്കെ. നമ്മൾ തമ്മിൽ എത്ര കാലമായിട്ട് അറിയാം? ഒരു 3 കൊല്ലമായി കാണും. 3 അല്ല 4 കൊല്ലം. അപ്പം ഇനിയും ഞാനിത് നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്നൊരു വഞ്ചന പോലെ. നീ കാര്യം പറയടാ. ഇത്രയും പരിചയമുള്ള നീ ഇവിടെ ഉണ്ടാവുമ്പോൾ എനിക്ക് നിന്നോട് ധൈര്യമായിട്ട് കാശ് ചോദിക്കാമല്ലോ. എന്താ? ഒരു 7,000 രൂപ കടം തരൂ. ഇതാണോ? ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ലല്ലോ. ആ തരാം. എപ്പോ റിട്ടേൺ? ഓ അങ്ങനെ. അപ്പൊ അത്രക്കേ ഉള്ളൂ. ആ ഓക്കെ ഓക്കെ. കിട്ടുമ്പോ തായോ. പിന്നെ ജോബിന്റെ കാര്യം വല്ലതും ആയോ? എന്താവാൻ, അത് കിട്ടിയില്ല. നാളെ വേറൊരു ഇന്റർവ്യൂ ഉണ്ട്, പോയി നോക്കാം. റെഡിയാവും. പിന്നെ ഇത് ഞാൻ ഇട്ടേക്കാം. എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, ഞാൻ വെച്ചേക്കാം. ഓക്കെ ഓക്കെ. ടൈം ഓഫ് ദ മന്ത് ആയ. എന്താടാ, എന്താ എൻ്റെ ഉദ്ദേശം? റീസെറ്റ്, ഫോക്കസ്, റീസ്റ്റാർട്ട്. നിന്നോട് ആ ബാത്റൂമിൻ്റെ ഡോറ് തുറന്നിടരുന്നത് എത്രവട്ടം പറഞ്ഞിട്ടുണ്ട്? പിന്നെ മനുഷ്യനിവിടെ തിന്നാനൊന്നുമില്ല, അപ്പോഴാണ് അവൻ്റെ ബാത്റൂമിൻ്റെ ഡോറ്. തിന്നാനൊന്നും ഇല്ലേ? പിന്നെ ബ്രെഡാ? അത് ഞാൻ തിന്ന്. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ വിശക്കത്തില്ലേ? മുഴുവനും തിന്ന്, ഒന്നുപോലും ബാക്കി വെച്ചില്ല. രാവിലെ തന്നെ മൂഡ് കളയുന്നുണ്ട്. അപ്പുറത്ത് വീട്ടിൽ നല്ല ബീഫിൻ്റെ മണം വരുന്നുണ്ട്, പോയാലോ? ബീഫാ? താഴ്ത്താ? രാവിലെ തന്നെ നിന്റെ അമ്മായിരിക്കില്ലേ ബീഫ് വാങ്ങി കൊടുത്ത്? എടാ ഉള്ളതാടാ, എനിക്ക് തന്നെ സ്മെല്ല് കിട്ടി. എന്നാ പോവല്ലേ? നമുക്ക് പിന്നെ നാണോ മല്ലത്തിന് കുഴപ്പമൊന്നുമില്ല, പട്ടിണിയാകത്തില്ല. ഒന്ന് പോയേടാ അവിടെ. നീ വരുന്നുണ്ടേ? വാ ചേച്ചിയേ, ചേച്ചി. എടാ, ഇന്ന് രാവിലത്തെ ബീഫ് കൊള്ളായിരുന്നല്ലേ? നന്നായിരുന്നു, രാത്രി കൂടെ ചോദിക്കായിരുന്നു. ശരിയാണല്ലോ. ഏയ് മോശമാണത്. നമ്മൾ രാവിലെ ഉച്ചക്കും കഴിച്ചില്ലേ? ഇനി നാളെ പോവാ. വന്ന് വന്ന് നാണവും ഇല്ല മാനവും ഇല്ല. ഷെയ്വ് കഴിഞ്ഞിട്ടാണോ ജോലി കിട്ടാത്ത? ചേത്തെ ചലച്ചൂട്. എടേ, മണി കാണുമ്പോൾ ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ? എന്ത്? അല്ലടാ, ഈ പൈസക്ക് പൈസ തന്നെ വേണം, അതില്ലെങ്കിൽ ഒരു വിലയില്ല. ഇന്ന് കുറച്ച് നേരത്തെയാണല്ലോ. നീ എന്തിനാണ് ഇങ്ങനെ ഓർക്കാൻ പോണേ? ഓർത്തോണ്ടിരുന്നാൽ വിഷമം വരും. ഇന്ന തൊലിഞ്ഞ ഫിലോസഫി. ഞാനേ കിടക്കാൻ പോവാ, എനിക്ക് രാവിലെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. വന്ന് കിടക്ക്. എന്നാലും അതങ്ങനെ വരാൻ വഴി. വന്ന് കിടക്കാൻ നോക്കടാ. എന്തേലും രേവതി പറ. എടാ ഋഷി അവിടെ ഇല്ലേ? അവൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അവൻ ഉറക്കത്തിലാ. എടാ അത് അവന്റെ സൗണ്ട് അല്ലേ? അതവൻ ഉറക്കപ്പിച്ചിൽ എന്തോ പറഞ്ഞോണ്ടിരിക്കുക. നീ കാര്യം പറ. എടാ അവൻ എന്നെ വിളിച്ചിട്ട് പറയാ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ടെന്ന്. അവന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം അത്രേ, എന്നാലേ പ്രണയമൊക്കെ നടക്കും. ശരിക്കും പ്രശ്നം എന്താ? അതവന് എന്താ അറിയോ? ഒന്നും മിണ്ടാണ്ടി. അതെ, അവ ഉറക്കത്തിൽ എന്തൊക്കെ പറയാനാണ്, നീ കാര്യാക്കണ്ട. ഞാനേ അവനോട് രാവിലെ വിളിക്കാൻ പറയാം. നിങ്ങൾ രാവിലെ ഒന്ന് സംസാരിക്കേ. നീ ടെൻഷനൊന്നും അടിക്കണ്ട, നിങ്ങൾ രാവിലെ ഒന്ന് സംസാരിച്ചാൽ മതി. ഓക്കെ, നീ ഇപ്പോൾ വെച്ചോ. എന്ത് കണ്ടിട്ടാണോ ഇവനൊക്കെ? ഇവൻ്റെ എല്ലാ വള്ളിയും എൻ്റെ തലയിൽ കാണും. ആച്ചാ
അത് നമുക്ക് റെഡിയാക്കാം അച്ഛാ. നമുക്ക് സെറ്റാക്കാം. അതൊരു പ്രൊമോഷൻ വരാണ്ട്, അതാ സാലറി ഇങ്ങനെ ഡിലേ ആവുന്നത്. ഞാനൊരു 1 മന്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി തരാം. അച്ഛാ ഞാനേ ഒരു ക്ലയൻറ്റ് മീറ്റിങ്ങിലാണ്, ഞാൻ രാത്രി വിളിക്കാം. ഞാൻ വെക്കുകയാണ്. അച്ഛൻ്റെ ഹെൽത്ത് ഇപ്പം എങ്ങനെയുണ്ട്? ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനാ പറഞ്ഞേ. പിന്നെ നിൻ്റെ ഫണ്ട് ഞാൻ ഒരു വീക്കിൻ്റെ ഉള്ളിൽ തരാം കേട്ടോ. അത് ഞാനിപ്പോൾ ചോദിച്ചോ? ശരി, നീ വാ, നമുക്ക് എന്തെങ്കിലും കുടിക്കാം. വാ. പോയത് പോട്ടെ, എന്താ അടുത്ത പ്ലാൻ? വേറെ ഓഫർ വല്ലതും വന്നോ? ഒന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതിനാണ് 2 ഇയർ ബോണ്ടും 10K സാലറി. അതും ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്. ഓ, ഡാർക്കാണല്ലോ. പിന്നെ ഞാൻ വേറൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു ടീ ഷോപ്പ് ഫ്രാഞ്ചൈസ്. ഏകദേശം അതിൻ്റെ പിന്നാലുള്ള ഓട്ടത്തിലായിരുന്നു. ഓൾമോസ്റ്റ് സെറ്റാണ്. കൊള്ളാലോ. എന്നിട്ട് ബിസിനസ് പാർട്ണർ ഇവിടെ? അവൻ്റെ കാര്യം പറയാതെ നിൽക്കണ നല്ലത്. രാവിലെ തന്നെ ഉന്തിത്തള്ളി രേവതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താവും എന്തോ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിനക്ക് എന്താണ് ഋഷി? നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ? എടി, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതല്ല എനിക്ക് നിന്നോട് പറയാൻ പറ്റൂല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്? എനിക്ക് എൻ്റെതായ ഒരു ഫ്രീഡം വേണ്ടേ? പ്രൈവസി. ഞാൻ നിന്നിട്ടിട്ട് പോകുന്നത് നിനക്ക് പേടിയാണോ? അതോ ഞാനങ്ങ് മാറിത്തരണം നിനക്ക് വേണ്ടി? നിക്ക്. എന്തിനടി വെറുതെ നീയും കൂടി? എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്തോളാം. ജഗത്ത് പറയുന്ന മാതിരി ഒക്കെ ഒരു ടൈമിൻ്റെ കളിയല്ലേ. ശരിയാവും. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എടി, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റണില്ല. പക്ഷെ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകളും എന്നെ വലിച്ചിടാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതും പെരുമാറിയൊക്കെ. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ പറ്റണില്ല. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? നല്ലൊരു ജോലി ഉണ്ടോ? കയ്യിൽ കുറച്ച് കാശെങ്കിലും നിന്റെ കയ്യിൽ? ഒന്നുമില്ല. അതിന് ജോലി ഉണ്ടായിരുന്നിട്ട് പോലും കയ്യിൽ കാശ് പോലും ഇല്ലായിരുന്നു. പിന്നെയല്ലേ ഇപ്പോ? നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയണ്ടേ? നിന്റെ അടുത്തിൽ നിന്ന് ഞാൻ ആകെ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം മാത്രമല്ലേ ഋഷിയ? അത് എനിക്ക് കുറച്ച് സമയം വേണം. അതുപോലും നീ തരുന്നില്ല. നിന്റെ ഉദ്ദേശം എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അതാ പറഞ്ഞേ. ഞാൻ എന്ത് പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും നിനക്കിപ്പോ മനസ്സിലാവൂല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഋഷി. ഇന്നലെ രാത്രിയും കൂടെ ഞാൻ നിന്നെ വിളിച്ചായിരുന്നു. അപ്പൊ പോലും നിങ്ങൾ രണ്ടും ഡ്രാമ കളിക്കൂലായിരുന്നോ? നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ നിനക്ക്? അത് നീയാ. നീ മാത്രമാണ് അതിന്റെ കാരണം. എന്നെ ഒഴിവാക്കണമെങ്കിൽ പോലും നിനക്കതൊന്ന് തുറന്നു പറഞ്ഞൂടെ? ഞാനാ എല്ലാ പ്രശ്നവും ഞാൻ തന്നെ. ഇതാ ഞാൻ പറഞ്ഞേ, നിനക്കൊന്നും മനസ്സിലാവില്ല. നിന്റെ ലോകം അല്ല എന്റെ ലോകം. അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നിനക്കെപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. വേണ്ട, ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
എന്നാ കുടിച്ചോ. ഏയ് മതി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ ലൈമിൽ ഒതുക്കിയെന്ന്. ഓ കേക്കൊക്കെ അങ്ങനെ. പിന്നെ ആ നീ നേരത്തെ ഒരു ടീ ഷോപ്പ് ഫ്രാഞ്ചൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? ഞാനൊരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് വിളിച്ചെടുത്താലോ? അതൊന്നും വേണ്ട. നീ ഇതുപോലത്തെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തന്നാൽ മതി. ഇതുപോലെ ലൈമ് കേക്ക് ഓവറാക്കണ്ടട്ടാ. അങ്ങനെയല്ല. പിന്നെ എങ്ങനെ? ശരി, വെറുതെ വേണ്ട. നീ എന്നെ കെട്ടപ്പോ സ്ത്രീധനത്തിന്ന് കുറച്ച് അതെ, ഞാൻ സ്ത്രീധനത്തിനെതിരാണ് കേട്ടോ. വണ്ടുപോൽ പറന്നു ഞാൻ വന്നതാരെ തേടിയോ